അവസാനമായിട്ട് വരാൻ പോകുന്ന ആളാണ്. എനിക്ക് ആകെ പറഞ്ഞിരിക്കുന്നത് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇക്ലാസ് അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആശാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആശാൻ ഇക്ലാസ് അപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്തോ പ്രസിഡന്റാണ്. അങ്ങനെയൊക്കെയാണ് അവര് ആക്കി വെച്ചിരിക്കുന്നത്. മുഖം കണ്ടിട്ട് ആക്കിയതാണോ അതോ കഴിവുകൊണ്ട് ആക്കിയതാണോ? അവർക്ക് ഇച്ചിരി മസിലൊക്കെ ഉള്ള ഒരാൾ വേണമെന്ന് നിർബന്ധമാ, അങ്ങനെ ആക്കിയതായിരിക്കും. ഏതായാലും ഒരുപാട് സന്തോഷം. സിനിമയുടെ ഒരു ട്രെയിലർ ലോഞ്ചിന് വന്നതാണോ? സിനിമയിലൊക്കെ ഒരുപാട് പരിചയക്കാരുണ്ടാവുമായിരിക്കും അല്ലേ? ഒത്തിരി പേരുണ്ട്. നേരത്തെ KRS സാറിനെ അറിയാം, ഡയറക്ടർ. ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ സംവിധാനം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ? ഞാൻ ശരിയാക്കി തരാം. കുറെ പിടിപാടുള്ള ആളാണ് ഞാൻ. കയറ്റി വിടാം. KRS സാറുണ്ട്, സൂപ്പർ സ്റ്റാർ കരൺ ചന്ദ്രുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഇതൊക്കെ റീലൊക്കെ ചെയ്യുന്ന ആളാ. അത് പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര റീൽസ് ചെയ്തിരിക്കുന്നത്, എത്ര ലൈക്സ് അല്ലേ? ലൈക്കൊന്നും കിട്ടത്തില്ല. ആരെങ്കിലും കൈ തെറ്റി ഒന്നോ രണ്ടോ വന്നാലായി, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. ആദ്യത്തെ ഒന്ന് നമ്മുടെ തന്നെയാണ് അല്ലേ? എന്നാലും ആശാൻ ഒരുപാട് സന്തോഷം കണ്ടതിൽ, ഒരുപാട് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ മറ്റേ സൂര്യനെ പിടിക്കുന്ന എന്തോ ഒരു റീലിട്ട് അത് ആശാനല്ലേ? അതിട്ടു. പിന്നെ ഞാൻ തന്നെ അതിന്റെ മോളിൽ നിലത്ത് വീണു. പാവാന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും ആശാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് അവിടെ അകത്ത് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പറ്റുമെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിലുള്ളവരുണ്ട്, പിന്നെ നമ്മുടെ ആശ എന്ന് പറഞ്ഞ ഇതേ പേരിൽ വേറെ സിനിമ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തുള്ളവർ എല്ലാവരും കൂടെ അകത്തിരിപ്പുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് വായിക്കാം. അപ്പൊ ശരി ആശാൻ, താങ്ക് യു. പറ്റുമെങ്കിൽ കൂടെ ആരല്ലോ ഉണ്ടോ റീൽ എടുക്കാൻ? ഞാൻ വരാം ആശാൻ, ഞാൻ എടുത്തോളാം. ബൈ ആശാൻ. ഒരു വലിയ കൈ. Right away, first time ever in Vishwasikinu. So let's give them a loud round of applause for that great beginning and introduction. Appo ഒന്ന് ആഘോഷിക്കണ്ടേ? നിങ്ങൾ എന്താ കൈയടിക്കാതെ? ആഗ്രഹം I think we should celebrate a little bit, right? We have so many great reasons to celebrate. ആശാൻ എന്ന സിനിമയിലെ കുറച്ച് കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടു. ജോൺ പോളിന്റെ amazing ആയിട്ടുള്ള സിനിമയാണ് നിങ്ങളുടെ മുന്നിൽ എത്താൻ പോകുന്നത്. So definitely we are excited, and what is even more special is ഈ ഒരു സിനിമയിലെ പാട്ടുകൾ ഓൾറെഡി നമ്മൾ എല്ലാവരും നെഞ്ചിലേറ്റി കഴിഞ്ഞു. So celebration എന്ന് പറയുമ്പോൾ സംഗീതം ആവശ്യമാണ്, ഡാൻസ് ആവശ്യമാണ്. വേണ്ടേ? വേണോ? ഇതൊന്ന് കൈയടിച്ച് മനസ്സാക്കിക്കേ. Here we go, let's celebrate this fantastic movie. Let's do it. Cinema, ladies and gentlemen. എവിടെ ഓടിപ്പോണ്ട എങ്ങോട്ടാ? അവിടെ നിൽക്ക്, ബാ നമുക്ക് രണ്ട് സംസാരിച്ചിട്ട് നല്ലൊരു കാര്യം കൊടുക്കാം. ഇവിടെ ഫാന്റാസ്റ്റിക് കോമ്പോസിഷൻ. അതിനുവേണ്ടി ലെറ്റ്സ് ഗിവ് ജോൺ പോൾ a loud round of applause. ഈ പാട്ട്, ഈ സിനിമയിലെ പാട്ടുകളൊക്കെ ചെയ്തിരിക്കുന്നത് ജോൺ പോൾ ആണ്. He is not just a director, not just a producer, but also doing the music. എങ്ങനെയുണ്ട് പാട്ട്? നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ആശാൻ എന്ന് പറഞ്ഞ സിനിമയിലുള്ളിലെ സിനിമയാണല്ലോ. നിങ്ങളൊക്കെ ഇതിലുണ്ടോ സിനിമയില്? ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഇവരെല്ലാരും സിനിമയിലും ഇതേ സംഭവങ്ങൾ ചെയ്ത് ഡാൻസേഴ്സ് ആയിട്ട് തന്നെയല്ലേ? ഇതിൽ ആരാ അഖിൽ, ആരാ ജിതിൻ, ആരാ മൃദുൽ? അഖിൽ, ജിതിൻ, മൃദുൽ. പറ, ആരാ ഇതിൽ സംസാരിക്കുന്നത്? മൂന്നെണ്ണം സംസാരിക്കില്ല ഡാൻസ്. പറ. നമസ്കാരം, എൻ്റെ പേര് മൃദുൽ. സോ ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കി തന്ന ജോൺ പോൾ സാറിനോട് നന്ദി. ഇങ്ങനത്തെ ഒരു പടത്തിന്റെ ഭാഗം പറ്റി ഒരുപാട് സന്തോഷം. ഗപ്പി പ്രൊഡക്ഷൻസ് ആണ് ഇതിന്റെ ഒരു ഭാഗം പറ്റുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും. സോ എന്റെ ഫ്രണ്ട് ഹായ്, എൻ്റെ പേര് അഖിൽ. ഇത് എന്റെ ഫസ്റ്റ് പടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഒരു ആശാനോടെ ഉണ്ട്. വിളിച്ചോട്ടെ ശ്രീജിത്ത് സാറേ, നമ്മളൊക്കെ ആശാനാണ്. ശ്രീജിത്ത് സാർ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് കൊറിയോഗ്രാഫർ ആണ് ശ്രീജിത്ത് സാർ. ഞാനൊക്കെ 10-30 വർഷമായി അദ്ദേഹത്തെ കണ്ടുവരുന്നു. മലയാള സിനിമ കഴിഞ്ഞ 10 വർഷമായിട്ട് ആശാനും ഉണ്ട് ഈ സിനിമയില്. അപ്പൊ അങ്ങനെ നിരവധി ആൾക്കാർ ഒരുമിക്കുന്ന ഒരു
പോവുകയാണ്. ആൻഡ് ഇവരെല്ലാരും ഈ സിനിമയുടെ പിന്നിൽ കുറെ പേര് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സിനിമയാണ് ആശാൻ. ആ ഒരു തോട്ട് പ്രോസസ്സിന്, ആ ഒരു ത്രെഡിലാണ് നമ്മൾ കൈയടിക്കേണ്ടത്. എത്രയോ ആൾക്കാർ, ഇവരെയൊക്കെ നമ്മളൊരു പക്ഷേ ഡാൻസേഴ്സ് ആയിട്ട് എത്ര വർഷം പ്രവർത്തിച്ചിട്ടാണ് ശ്രീജിത്ത് സാർ തന്നെ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത്. സാറിന് അറിയാം. ഇപ്പൊ ഇതാ ഇവർ മുന്നിൽ വരുന്നു, നടന്മാരായി നർത്തകരായി ആൾക്കാർ അറിയപ്പെടുന്ന ഒരു വലിയൊരു ഈ ഒരു സോങ് ഞാൻ ഈ വേദിയിൽ ഈ ഹോട്ടലിൽ തന്നെ മറ്റൊരു സിനിമയായിട്ട് കമ്മിറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന്. പിന്നെ അതിലുപരി എനിക്ക് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു റാപ്പ് സോങ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് മാത്രമല്ല എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെ വേദിയിൽ വരിക, സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം. താങ്ക് യു. നല്ലൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സിനിമയുടെ ഭാഗമായി നത്ത് 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 എന്നിപ്പം വിളിച്ച് പറയാലോ പേര്. ശരിക്കുള്ള പേരൊക്കെ എന്തുവാ? ഓക്കെ, അതൊന്നും ഓർക്കട്ടെ. ഇനി അമ്പാടി എന്ന് വിളിക്കേണ്ടി വരുമോ ഈ സിനിമയ്ക്ക് ശേഷം? നത്ത് മറന്നു പോവോ? വിളിക്കുമല്ലേ? അതല്ലേ അതെ. എന്ത് തോന്നുന്നു ഈ ഒരു സിനിമയെ കുറിച്ച്? എന്തുകൊണ്ട് ഞങ്ങൾ ആശാൻ പോയി കാണണം? നല്ലൊരു സിനിമയാണ്. അതല്ലേ എല്ലാവരും മിസ്സാക്കരുത്. അപ്പൊ എന്തായാലും അതിനു വേണ്ടി നമ്മൾ വളരെ വളരെ എക്സൈറ്റഡ് ആണ്. നല്ലൊരു കൈഡി കൊടുക്കാം. such a fantastic song. It's for the song, okay? അപ്പൊ ശ്രീജിത്ത് സാറിന്റെ കുറെ ഡാൻസേഴ്സും ഇവരൊക്കെ സിനിമയിൽ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ തൽക്കാലം വിടവാകുന്നു. താങ്ക് യു വെരി മച്ച്. കാണാം. അഭിനയിക്കുമ്പോൾ ഒരു പേടിയില്ലല്ലോ. Sounds better. Let's go. അകതാരിണി ചെറുതേൻ മാനിടും തിരിനീട്ടുമീ കുളിരോർമകൾ തിരികെ വരും. അകതാരിണി ചെറുതേനൽ മാനിടും തിരിനീട്ടുമീ കുളിരോർമകൾ തിരികെ വരും. കാത്തിടാൻ ഇതുവഴി ഞാൻ തുണയായി വരാം. ഇനി എന്നുമേ കൂട നീർത്തിടാം, തണലേറ്റിടാം ഒരു നല്ല നേരം വരവേറ്റിടാം. കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം കുന്നോളം ചേരും കനവുകളും ഒരു പിടി
എല്ലാവരും ഒഴുകിക്കൊണ്ടേയിരിക്കും. താങ്ക് യു സോ മച്ച്. ജോലി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ, but you can see the exemplary result of the film as well. Ladies and gentlemen, നല്ലൊരു കൈയ്യടി. Let's welcome the director, producer, and music director of Asha, none other than John Paul Jones. പ്രേക്ഷകർക്ക് അതാണ് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം. And congratulations on the super hit song. താങ്ക് യു. എന്ത് തോന്നുന്നു ഇന്ന് ഇവിടെ ഈ ട്രെയിലർ ലോഞ്ചിൽ നിൽക്കുമ്പോൾ? ഞാൻ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നത് ലൈഫിലാണ്. ഞാൻ പോയിട്ടില്ല, അത് വിളിച്ചിട്ടുണ്ട്, പോയിട്ടില്ല, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത് മാറി കിട്ടിയില്ലേ? അവിടെയൊക്കെ ഇരുട്ടായതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് മനഃപൂർവ്വം ലൈറ്റിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കുഴപ്പമില്ല. നമ്മുടെ പണി ഇതായതുകൊണ്ട് കാണുമ്പോഴത്തേക്കുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ജോൺ പറഞ്ഞോണ്ടോ ഇത് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്? ഞാൻ തന്നെയാണ് ലൈറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഞാൻ തന്നെയാണ്. ഓക്കെ, എന്തായാലും എല്ലാവരും വന്നു, ഭയങ്കര സന്തോഷം എല്ലാവരെയും ഇവിടെ കാണുമ്പോഴത്തേക്കിന്. ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും മനോഹരമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട് കണ്ടോണ്ടിരിക്കാനായിട്ട്. പല ചാനലുകളും രഞ്ജിത്ത് തന്നെ കമ്പയർ ചെയ്തിരിക്കുന്ന പല ചാനലുകളിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുന്നിൽ ഇങ്ങനെ ടെൻഷൻ ഇല്ലാണ്ട് ആൾക്കാർ ഇരുന്ന് കൈയൊക്കെ അടിക്കുന്നു. ഞാനിപ്പോ അതുപോലെ ടെൻഷൻ ഇല്ലാണ്ട് കൈ അടിച്ചു. അപ്പൊ അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് വേഫെയർ ടീമിനോടാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് അവരിവിടെ വന്നതിന് ശേഷം അവർ ഈ സിനിമ എടുത്തങ്ങ് വേറെ സ്പേസിലേക്ക് വെച്ചു. കാരണം അവരാ സിനിമ കണ്ടു, ഞാൻ അതിനാദ്യം നന്ദി പറയേണ്ടത് വേഫെയർ ടീം, പിന്നെ ദുൽഖർ. എൻ്റെ ഒരു ട്രാവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2010 ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്. അപ്പം ഞാൻ അത് ഈ സിനിമയ്ക്കുള്ളിലെ സിനിമയായതുകൊണ്ട് അതൊന്ന് പറയണം തോന്നി. ആദ്യമായിട്ട് ഞാൻ 26 സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു. 26ാമത്തെ ആളായിരുന്നു രാജേഷ് പിള്ള. ട്രാഫിക് എന്ന സിനിമ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ട്രാഫിക് എന്ന സിനിമയിലാണ്. അപ്പോൾ ആ സിനിമ തന്നെ മലയാള സിനിമേനെ ഒരുപാട് അവിടുന്നാണ് ട്രാഫിക്കിന് ശേഷവും മുമ്പും പിമ്പും എന്നുള്ളൊരു വാർത്ത ആ സമയത്തും അപ്പോഴും ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അപ്പം രാജേഷ് പിള്ള ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തത് സമീർ താഹിർ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ, ചാപ്പാകരിച്ച്, നീലാകാശം, പച്ചക്കടൽ, അങ്ങനത്തെ ഒരു ട്രാവൽ അദ്ദേഹത്തിനോടൊപ്പം അസിസ്റ്റന്റ് ആയിട്ടോ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. ഞാൻ എൻ്റെ 2 ആശാന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ദുൽഖറിനൊപ്പം നീലാകാശം സിനിമ ഞങ്ങളൊരു 1.5 വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നു. വളരെ ക്ലോസ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സിനിമയ്ക്ക് ഒരാൾ വേണം അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട്. കാരണം ഞങ്ങളെല്ലാം പുതിയ ആളുകളാണ്, ആക്ടേഴ്സ് എല്ലാം പുതിയ ആൾക്കാർ. ഞാൻ എപ്പോഴും അങ്ങനത്തെ സിനിമകളാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം അതിനെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളടാ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ ടീമും ആ സിനിമ ടേക്ക് ഓവർ ചെയ്യുകയും അതിപ്പം കേരളം മുഴുവൻ ആ സിനിമയെ എത്തിക്കുകയും ചെയ്തു. അവർക്കൊരു വലിയ നന്ദി, കയ്യടിയും നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. പിന്നീട് ഞാൻ E4 Entertainment എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ കൂടെ അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഒരു 10-15 സിനിമകൾ അങ്ങനെ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഗപ്പി എന്ന സിനിമ എഴുതി സംവിധാനം ചെയ്യുന്നത് 2016. 19 അമ്പിളി, പിന്നെ 22 രോമാഞ്ചം. അത് നിർമ്മിക്കുമായിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു സിനിമ സംവിധാനം ചെയ്ത്. ഇപ്പോൾ ആ ചാനലിലെത്തി നിൽക്കുന്നു. യാത്ര നല്ല രസമുള്ള യാത്ര, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നന്നായിട്ട് കൈയടിക്കേണ്ട ഒരു യാത്ര തന്നെയാണ്. പിന്നെ ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും എന്തൊക്കെയോ ഇമ്പാക്ട് വരുത്താൻ പറ്റിയിട്ടുണ്ട്. അത് ശ്രീനിയേട്ടൻ, ഞാൻ ശ്രീനിവാസൻ, ഞാൻ അദ്ദേഹത്തെ ഇപ്പം ഓർക്കുകയാണ്. അദ്ദേഹം നമ്മളോട് വിട്ടുപിരിച്ചു പോയി. ഗപ്പി എന്ന സിനിമ നടക്കാൻ കാരണവും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളിലൂടെ
എല്ലാവരുമായിട്ട് പറയുന്നതാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുന്ന സിനിമയാണ് നമ്മൾ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന. അതെ, Absolutely. ഇതൊരു ആക്ച്വലി സിനിമ എന്ന് പറയുമ്പം ആദ്യം ഡയറക്ഷൻ ചെയ്തു, യു ഹാവ് എ പാഷൻ ഫോർ മ്യൂസിക്, അത് ഇതിനോടനീളം ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തു, ഇപ്പം മ്യൂസിക് ഡയറക്ഷനും. യുവർ ഫസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ ഫുള്ളി? അതെ അതെ. ഇതെല്ലാം കൂടെ സ്വന്തം തലയിൽ കയറ്റി വയ്ക്കുമ്പോൾ ടെൻഷൻ കൂടൂലേ? അത് അറിയില്ല. ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് സൂരജ് പറഞ്ഞ പോലെ അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സൂരജും വിഷ്ണു ആയിരുന്നു ആദ്യത്തെ 2 സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അവര് ചെന്നൈയിലേക്ക് പോയ പുറകെ ഞാനും അങ്ങ് പോയി. അവിടെ ചെന്ന് ഞാൻ മ്യൂസീഷ്യൻസിന്റെ കൂടെ ആയിരുന്നു ജീവിച്ചിരുന്ന മുഴുവൻ. സുഷിൻ, യാക്സൻ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരുടെ കൂടെ ജീവിച്ചപ്പോൾ എനിക്കിത് അറിയാം മീൻസ് അത് മനസ്സിലായി. അതെ, അപ്പം അത് ഞാൻ പ്രാവർത്തികമാക്കി ഞാൻ ട്രൈ ചെയ്തു. It's beautiful, I must say. മാത്രമല്ല ഇതൊരു ഫാമിലി പ്രോജക്റ്റും കൂടെയാണല്ലോ. അതെ, ഇത് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമല്ല, അന്നമ്മും ഇതില് പ്രൊഡ്യൂസർ ആണ്. I think yes, and Suraj as well. നമുക്ക് അവരെ ഈ ഒരു ഇൻസ്റ്റന്റിൽ വേദിയിലേക്ക് വിളിച്ചാൽ I think we can complete the production trio. Can we please welcome Annam John, the producer of Ashan, along with Suraj. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആശാൻ അവിടെ ഇരിക്കുന്നു. ഈ സിനിമയിലേക്ക് ആശാൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഒരു വലിയൊരു എനർജി. ഓക്കെ, ആശാനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാതെ നിർത്താൻ പറ്റില്ല. എന്തായാലും ആശാൻ അല്ലാണ്ട് ഈ സിനിമയില് മറ്റൊരു ആശാനെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അന്നം ജോൺ പോൾ പ്രൊഡ്യൂസർ ആയിരുന്നു, സൂരജ് ഫിലിപ്പ് ജേക്കബും ഇതിന്റെ കൂടെ പ്രൊഡ്യൂസർ ആയിരുന്നു. ഓഫ് കോഴ്സ് അന്നം is family, പക്ഷെ സൂരജുമായിട്ടും ഈ സിനിമകളിലൊക്കെ ഉടനീളം ബന്ധമുണ്ട്. അമ്പിളിയുടെ EP ആയിരുന്നു, രോമാഞ്ചത്തിന്റെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു. ഇപ്പോൾ പ്രൊഡ്യൂസർ. എങ്ങനെയുണ്ട് ആശാൻ ആസ് എ പ്രൊഡ്യൂസർ? വാട്ട് ഷുഡ് ബി എക്സ്പെക്ട്? ആശാൻ ആക്ച്വലി ഒരു ടോട്ടൽ എന്റർടൈനർ ആണ്. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായി കുഞ്ഞിക്കവളുടെ പാട്ടൊക്കെ കേട്ടപ്പോഴേ കരയും എന്നൊക്കെ ഉള്ളത്. അത് പിന്നെ ജോൺ എപ്പോഴും ഒരു ചെറിയ കരച്ചിൽ ഉണ്ട് ഭാഗത്ത്. പക്ഷെ അതർ ദാൻ ദാറ്റ് ഒരു 90% ഫുൾ ഓൺ എന്റർടൈനർ ആണ്. സോ അത് അഷ്യൂർഡ് ആണ്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതിനുള്ള പ്രധാന റീസൺ രാധാകൃഷ്ണൻ ചേട്ടനാണ്. അത് ആ തിയേറ്ററിലെ ആ സൗണ്ടും ഇതും എല്ലാം കിട്ടത്തുള്ളൂ. പിന്നെ രോമാഞ്ചം തന്നെ ആക്ച്വലി പലരും തിയേറ്ററിൽ കാണാതെ പലരും OTT കണ്ടിട്ട് പറഞ്ഞു അത്ര വർക്കായില്ല. ഞാൻ അന്നും പ്രൊമോഷൻസിന് പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഡെഫിനറ്റ്ലി ആശാൻ ഇസ് വൺ സച്ച് മൂവി. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. And Annam, as a producer of Ashan, Anand എന്താണ് പറയുന്നത്? ഇപ്പോൾ ജോണിനെ you see him at home now, as a director, you followed his journey. ഏറ്റവും ക്ലോസ് ആയിട്ട് ജോണിന്റെ ജേർണി ഫോളോ ചെയ്തിരിക്കുന്ന അന്നമാണ്. ഇത് your first time as a producer? അന്നം ജോയിൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്? പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പം ഈ ഒരു ആശാൻ എന്ന ചിത്രത്തില് ഓൾറെഡി സൂരജ് പറഞ്ഞു, വാട്ട് ഇസ് അന്നംസ് എക്സ്പെക്ടേഷൻ? ഒരുപാട് സന്തോഷം. ആശാൻ എന്ന സിനിമ ഉണ്ടായി വരുന്നത് വളരെ അടുത്ത് നിന്ന് കണ്ട ഒരാളാണ് ഞാൻ. അത് പ്രൊഡ്യൂസർ എന്ന നിലയിലും ജോൺ പോൾ എന്ന ആളുടെ ലൈഫ് പാർട്ട്ണർ എന്ന നിലയിലും എൻ്റെ ഒരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സൂരജേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് പുതിയ ആൾക്കാർ, പുതുമുഖങ്ങളുണ്ട്, പുതിയ ടെക്നീഷ്യൻസ് ഉണ്ട്. അതുപോലെ ഇത് തീർച്ചയായിട്ടും കുറച്ചൊക്കെ പ്രയാസമേറിയൊരു യാത്രയായിരുന്നു. സിനിമ നിർമ്മിക്കുക, അതിൻ്റെ കൂടെ നമ്മൾ പല പല സെക്ടറിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആളെ കിട്ടിയിട്ടില്ല വീട്ടില്, അതല്ല സംഭവം. ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇത്രയും നല്ലൊരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത്രയും നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സിനിമ നമുക്ക് ഇത്ര മനോഹരമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. അതുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഹോൾ ക്രൂവിന് ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോഴും പലരും ഓടിക്കൊണ്ടിരിക്കുകയാണ് പല വർക്കുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും സിനിമ തിയേറ്ററിൽ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഐ തിങ്ക് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ എന്തോരം ആൾക്കാരുടെ ഒരു എഫേർട്ടാണ് കൂടെ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതിന്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് കാണിക്കുന്ന ഒരു സിനിമ കൂടി ആയിരിക്കും ഇത്. ബട്ട് അനദർ തിങ്, ലൈക്ക് ഐ വാസ് സേയിങ്, അനം യു ഓൾസോ ഷെയർ ഹിസ് ലവ് ഫോർ മ്യൂസിക് അല്ലേ?
അപ്പൊ ഐ വാസ് തിങ്കിങ് എന്തായാലും ജോൺ പോൾ ഇവിടെ ഉണ്ട്, നമുക്ക് ജോൺ പോളിന്റെ അടുത്ത് ആ ഒരു സംഗീതം നമുക്ക് വേണ്ടി ഞങ്ങൾക്ക് 4 വരി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്ലീസ്. ഇതിനകത്ത് ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പം എൻ്റെ അമ്മ, എനിക്ക് പാട്ട് കിട്ടിയത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അപ്പൊ അമ്മ അവിടെ ഇരിപ്പുണ്ട്, അമ്മ അവിടെ ഇരുന്നിട്ട് അപ്പൊ ഭയങ്കര ഇമോഷണലാണ്. അപ്പൊ ഞാൻ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ ഞാനൊരു പാട്ട് പാടി കേൾക്കണമെന്ന്. അപ്പൊ ഞാനിത് വേറൊരാളെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. പക്ഷെ ഞാനിത് ട്രാക്ക് പാടി ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് പിന്നീട് എനിക്ക് എൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ പാടി അതായത് ഞാൻ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞ് അവസാനം ഞാൻ ഈ കഴിഞ്ഞ ഈ പാട്ടിറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് റെഡിയാക്കി പോയിട്ട് ഇത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നത്. Is this your first film song? അതെ. Oh wow! അപ്പൊ അമ്മയുടെ ആഗ്രഹം അതെ. അപ്പം ആശാനെ ഒന്ന് വരാവോ? ആശാനെ എടുത്ത് 2 പേരും പാടിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടനെ ഈ ചേട്ടൻ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ടാ ഓടി പോകുന്നത്? ആ ഗ്യാപ്പ് കിട്ടിയപ്പോ നമ്മുടെ നല്ലൊരു കാര്യം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം ഇന്ദ്രൻ ചേട്ടൻ, നമ്മുടെ ആശാൻ. ആശാൻ ആ പാട്ടിനകത്ത് 2 വരി ആശാനെ കൊണ്ട് പാടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അത് സിനിമയ്ക്കകത്ത് സിനിമയായതുകൊണ്ട് ക്യാമറയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ലെൻസിനെ കുറിച്ചൊക്കെ വിനായകൻ അതിഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വരി ആശാനെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മൈക്ക് പിടിക്കും. റെക്കോർഡ് ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പാടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ നമ്മള് ആശാന്റെ കണ്ണു നിട്ട് കാത്തിരുന്നിട്ടും ഒക്കെ ഒരുപാട് പാടി കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യിച്ചതാണ്. അതായത് കുഞ്ഞു ചില്ലിന കാഴ്ചയൊപ്പിടും മന്ത്രജാലമേ നന്ദി ചൊല്ലിടാം, വാക്കിലുള്ളതോ രൂപമാകവേ 100 ഭാവമായി ഭംഗിയിടാം. അച്ഛൻ ഈ 2 വരെയും പാടിയിട്ടുള്ളൂ, ബാക്കിയാകുമ്പോ ചിറകേ ചിറകേ വിൺവാനത്തേറാനോളം വന്നോ, ചിരിയേ ചിരിയേ വിടരാനായി നീയും കൂടെ നിന്നു, പിന്നിടുന്ന ദൂരം നല്ല പാതയാകും പോലെ ഉള്ളെടുപ്പുകൾ വേഗം കൂടുന്നുണ്ടാവോ, ഇന്നലെ വരെ മണ്ണിലെങ്കിലും ഇന്നു ചിന്തകൾ നാപണിഞ്ഞു പോ, നോവു തിന്നതും നോമ്പ് മാറ്റതും മുന്നിലായിരം വർണ്ണചിത്രമാ, ചിറകേ ചിറകേ വെൺപാനത്തേറാനോളം വന്നോ, ചിരിയേ ചിരിയേ വിടരാനായി നീയും കൂടെ നിന്നു, ഇടുന്ന ദൂരം മെല്ലെ നല്ല പാതയാകും പോലെ ഉള്ളിടുപ്പുകൾ വേഗം അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് താളം പിടിക്കുന്ന അമ്മയാണ്. അമ്മ ഭയങ്കര ഭാഗ്യം ചെയ്ത അമ്മ കൂടിയാണ്. അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മക്കൾ നടത്തി കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് വെരി വെരി ബ്ലെസ്ഡ് മോം. ചേട്ടാ, നമ്മുടെ ഈ ഒരു സിനിമയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ സ്റ്റേജിലേക്ക് വിളിക്കാം. ഞാൻ ആദ്യം സിനിമ
സിനിമയില് ഒരു ഒരു ചേട്ടൻപുള്ളിയുണ്ട്, എൻ്റെ ഏറ്റവും സീനിയർ, ഈ ക്രൂവിലെ ടോട്ടൽ ക്രൂവിലെ ഒരു സീനിയർ. വലിയ പ്രായമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്കത് ചേട്ടനാണ്. ഞാൻ എൻ്റെ ഗപ്പി ഉൾപ്പെടെ എല്ലാ സിനിമകളിലും രോമാഞ്ചം ഒക്കെ എൻ്റെ സൗണ്ട് ഡിസൈനർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജേട്ടൻ. പിന്നെ DOP വിമൽ. വിമലിന്റെ ആദ്യ സിനിമയാണ്, ചെറിയ പയ്യനാണ്. പിന്നെ റോണക്സിന് വരാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഞാനിപ്പോ നിങ്ങളെല്ലാം പാട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ, ഈ ഇതിന്റെ ഒരു പശ്ചാത്തല സംഗീതമുണ്ട്, ഈ പാട്ടിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ. എനിക്ക് അങ്ങനെ ഇൻസ്ട്രുമെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൂടാ. ഞാനൊരു ഹാർമോണിയം പെട്ടിയൊക്കെ വെച്ചിട്ടാണ് പാട്ടുകൾ ചെയ്യാറുള്ളത്. പക്ഷെ എൻ്റെ ഈ പാട്ടിനെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ഈ സിനിമയുടെ മ്യൂസിക്കിനെ നിങ്ങളിലേക്ക് എത്തിച്ച ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരു മ്യൂസിക് ബോൺ ഉണ്ട്, അജീഷ്. വിവേക്, ആ ഡയറക്ടർ. പിന്നെ ഞാൻ ഒരു രണ്ടുപേരെ കൂടി വിളിക്കുകയാണ്. ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ വർക്ക് ചെയ്ത ഇതിൻ്റെ ഒരു VFX ടീം, ശ്രീരാജ്, തൗഫീഖ്, രണ്ടുപേരും പറ. നല്ലൊരു കാര്യം കൊടുക്കാം ഇവർ ഓരോരുത്തർക്കും. ഇവരെ സ്റ്റേജിലേക്ക് വിളിക്കാനുള്ള കാരണം ഈ ഓരോ വൈഷ്ണവ് ഉണ്ടോ? വളരെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. VFX ആശാൻ പോലത്തെ ഒരു സിനിമയ്ക്ക് എന്താണ് VFX എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ 5-ാം തീയതി സിനിമയ്ക്ക് ശേഷം നമുക്ക് സംസാരിക്കാം അതിനെ കുറിച്ച്. അപ്പൊ എന്തൊക്കെ ഉണ്ട് അല്ലേ? ചെറിയ സിനിമയാണ് കേട്ടോ, ഭയങ്കര ചെറിയ സിനിമയാണ്, ഭയങ്കര ഒരു കുഞ്ഞൊരു സിനിമയായിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ഡൺ ബ്യൂട്ടിഫുള്ളി. ലൈക്ക് അതിന്റെ ഒരു ഇംപ്രഷൻ ഇല്ലേ, ആ ഇംപ്രഷൻ ലുക്സ് അമേസിംഗ്. ഇവരുടെ പെട്ടെന്ന് രണ്ടാക്കി കേട്ടാലോ? ഞാൻ രാജൻ. യെസ്. കുറെ മൈക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഭയങ്കര വലിയൊരു മൂമെന്റ് ആണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോണിനെ കാണാൻ തുടങ്ങിയത് ഇന്നലെയൊന്നും അല്ല, എത്രയോ വർഷങ്ങളായിട്ട്. അതായത് ട്രാഫിക് വർക്ക് ചെയ്യുന്ന സമയം ഞാൻ ട്രാഫിക് മിക്സ് ചെയ്യുമ്പോൾ അന്ന് ജോൺ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം വർക്ക് ചെയ്ത എല്ലാ സിനിമകൾക്കും എങ്ങനെയോ ആക്സിഡന്റലി ഞാനും അതിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് അത് എപ്പോഴും സംഭവിച്ച കാര്യമാണ്. പിന്നെ ഒരുപാട് കണക്ഷൻ എനിക്കൊന്ന് മ്യൂസിക്കലി കൂടെ കണക്റ്റഡ് ആണ്. കാരണം എൻ്റെ അച്ഛൻ സംഗീത സംവിധായകനാണ്, MG രാധാകൃഷ്ണൻ. സോ അത് ട്രിവാൻഡ്രോ ആയിട്ടും ജോണിനൊരു ബന്ധമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പഠിച്ച അതേ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളും കൂടെയാണ്. സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ, വെറുതെ ഒന്നും അല്ല മ്യൂസിക് ചെയ്യുന്നത്, സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾ തന്നെയാണ്. സോ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. പിന്നെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഷൂട്ടിംഗ് കണ്ടിട്ടില്ല, ഷൂട്ടിംഗ് ലൈവായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അതിന്റെ ഒരു ഇത് മാറും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിയലി നടക്കുന്നത്, സിനിമയ്ക്കകത്ത് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി, അതിന്റെ ഒരു ഹാർഡ് വർക്ക് എന്താണെന്നുള്ളത് കൃത്യമായി ഇമോഷണലി തമാശ രൂപത്തിൽ പല പല ഇമോഷൻസിൽ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങളൊക്കെ ഇതിൻ്റെ ടെക്നീഷ്യൻസ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം ഭയങ്കര സന്തോഷമായിട്ട് വർക്ക് ചെയ്ത സിനിമയാണ് ഇത്. ശരിക്കും നോട്ട് ലൈക്ക് ഒരു സാധാരണ സിനിമ ചെയ്യുന്നതിനേക്കാളും എൻ്റെ സിനിമ എന്ന് എല്ലാവർക്കും തോന്നുന്ന വിധത്തിലാണ് ഈ സിനിമ എല്ലാവരും വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു എഫക്ട് എന്താണെങ്കിലും തിയേറ്ററിൽ ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് വിശ്വാസം. താങ്ക് യു സോ മച്ച്. വിമലിന്റെ ഫസ്റ്റ് സിനിമയാണ് ആസ് എ DOP. സോ കൺഗ്രാറ്റുലേഷൻസ്. അമേസിംഗ് ആയ ഒരു ഗപ്പി സിനിമ, ഒരു വേഫെയർ ഫിലിമാണ് മോന്റെ ആദ്യത്തെ സിനിമ. എന്ത് തോന്നുന്നു, ആ മുഖത്തുണ്ടാ സന്തോഷം? ഇനി മനസ്സിലെ കാര്യം പറഞ്ഞോളൂ. ഞാൻ കുറച്ച് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് താങ്ക് യു. ഇല്ല ചേച്ചി കംഫർട്ടബിൾ ആക്കണ്ട ടീച്ചർ, അതുകൊണ്ട് കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച് ജോണേട്ടാ, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും. പിന്നെ നമ്മുടെ തന്നെ ക്രൂ ആയിരുന്നു, എല്ലാവരും ഫാമിലി ആയിരുന്നു. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, ജോമൻ ചേട്ടൻ അഭിനയിച്ച എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കി. വേറെ എല്ലാ ആക്ടേഴ്സ് ആയിരുന്നു ചിലപ്പോൾ സീ സ്റ്റാൻഡിൽ എൻ്റെ തലക്കടിച്ചേനെ. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ, എനിക്ക് സംസാരിക്കാൻ അത്ര അറിയില്ല ഭയങ്കര. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി. എൻ്റെ അപ്പൻ ചേട്ടനാണ് എനിക്ക് വേണ്ടിയുണ്ട്. അപ്പനാണ് എന്നെ ഭയങ്കര പുഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു അപ്പ, താങ്ക് യു.
വിവേകാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനറായി ഈ സിനിമയിൽ കാണുന്നത്. സന്തോഷമുണ്ട് ഇതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ. കൂടുതലൊന്നും പറയാനില്ല. എല്ലാരും ബിഹൈൻഡ് ദ സ്ക്രീൻ ആണ്. അജീഷ് ഒരു കയ്യടി പ്ലീസ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജോൺ ചേട്ടനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. ഇങ്ങനൊരു പടം എന്നെ പോലെ ഒരു ന്യൂ കമറിനെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തെന്നാണ്. ഇപ്പൊ കൺഫേം ചെയ്യാം, ഭംഗിയായിട്ട് ചെയ്തോ? തീർച്ചയായും. ഓക്കെ, നീ വിശ്വാസത്തോട് പറഞ്ഞോ. പ്രതീക്ഷനെ കഴിഞ്ഞു. നല്ലൊരു കേട്ട് കൊടുക്കാം. താങ്ക് യു. ഇവിടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ലോഞ്ചിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പക്ഷേ ട്രെയിലർ ലോഞ്ചിലേക്ക് കടക്കുന്നതിന് മുമ്പ് വലിയൊരു സംഭവം നമ്മൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാനുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാനുണ്ട്, അല്ലേ ജോൺ? യു വാണ്ട് ടു സേ വാട്ട് ഇറ്റ് ഈസ്? മമ്മൂക്കനെ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെയാണ് മമ്മൂക്കനെ പോയി കണ്ട് ഇവിടെ വരാം എന്ന് മമ്മൂക്ക സമ്മതിക്കുന്നത്. താല്പര്യം, അതിലുള്ളൊരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതൊരു ചെറിയ ഇവന്റ് ആയിരുന്നു, ഇതോടുകൂടി അതൊരു വലിയ ഇവന്റായി മാറി എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഫെയർ ഫാമിലി, മമ്മൂക്ക എല്ലാം ഈ സിനിമയായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ജോമേട്ടൻ DQ ഷൂട്ടിലാണ്, വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഗപ്പി സിനിമാസിന്റെ ഈ ഒരു ചെറിയ സിനിമ സ്വീകരിക്കുകയും അതെല്ലാവരിലേക്ക് എത്തിക്കാനും മമ്മൂക്ക കാണിച്ച ആ ഒരു മനസ്സ് മമ്മൂക്ക നന്ദിയോടെ ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ദ്രൻ ചേട്ടാ, നമ്മുടെ കൂടെ ഇന്ന് മമ്മൂക്ക എത്തിയിരിക്കുകയാണ്. മമ്മൂക്ക ഇന്ന് നമ്മുടെ രാജ്യം തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? തീർച്ചയായിട്ടും നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. എന്താണ് ഇന്ദ്രൻ ചേട്ടൻ നമ്മുടെ മമ്മൂക്കനെ കുറിച്ച് ഇപ്പൊ പറയാൻ തോന്നുന്നത്? മമ്മൂക്ക ഞങ്ങളെ ഒരുപാട് പേര് സ്വപ്നം കാണാൻ പ്രകടിപ്പിക്കുന്നതാണ്. അതുപോലെ അഭിനയിക്കണം, അങ്ങനെ ആവണം എന്നൊക്കെ മോഹിപ്പിക്കാൻ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ അഭിമാനവും അദ്ദേഹം നമുക്കൊക്കെ വാങ്ങിച്ചിരുന്ന സമ്മാനങ്ങളും ലോകോത്തര നടന്മാരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ആശ. നമ്മുടെ ആശ. വെൽ പുട്ട്. ഇന്ദ്രൻ ചേട്ടൻ ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് എപ്പോഴായിരുന്നു തോന്നുന്നത്? ഏത് സിനിമയിലാണ് ഇന്ദ്രൻ ചേട്ടൻ? കുറെ ഉണ്ടല്ലേ പറഞ്ഞു തുടങ്ങി. അതെ, മമ്മൂക്കയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ 5 പതിറ്റാണ്ടായി, 400-ൽ പരം ചിത്രങ്ങളായി, നാഷണൽ അവാർഡ്സ്, സ്റ്റേറ്റ് അവാർഡ്സ്, ഇപ്പോൾ രാജ്യം തന്നെ പത്മഭൂഷൺ നൽകി ആദരിച്ച നമ്മളുടെ സ്വന്തം ഒരു മഹത്തായ ഒരു ലെജൻഡറി ലിവിംഗ് ആക്ടറാണ്, ലെജൻഡ് ആണ്. മലയാള സിനിമയുടെ ഒരു മുഖമാണ്. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യയിലെ എത്ര ഭാഷകൾ എക്സാംപ്ലറി ആയ റോൾ. ഇന്ദ്രൻ ചേട്ടൻ മമ്മൂക്കയുടെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേക്കട്ടെ. ഇപ്പോ അടൂർ സാറിന്റെ പദയാത്ര എന്ന് പറഞ്ഞ സിനിമയില് മമ്മൂക്കയോടൊപ്പം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, അതിലും അഭിനയിക്കുന്നു. പറയാത്തെ പറഞ്ഞു വരുമല്ലേ? എത്ര കഥാപാത്രങ്ങൾ അല്ലേ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓരോ കാലഘട്ടത്തിലും അഭിനയിച്ചതിനെ കഴിഞ്ഞും കൂടുതൽ ഒരുപക്ഷെ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ടാവും മമ്മൂക്കയോടൊപ്പം. 109 സിനിമ കോസ്റ്റ്യൂമറായിരുന്നു. അപ്പം അതിലെന്തായാലും മമ്മൂക്ക കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മമ്മൂക്ക എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻസ് വീണ്ടും ഒരു തവണ രാജ്യം ആദരിക്കുകയാണ്. ആ ഒരു ആദരവ് നമുക്ക് ഈ വേദിയിൽ ഒന്ന് ഓണർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മമ്മൂക്ക, if we could please welcome you on stage and we want to honor you with a small token of our love from Team Asha. Asha Navaga, നമ്മുടെ പ്രിയപ്പെട്ട the one and only തീർച്ചയായിട്ടും എത്രയോ കാലാകാലങ്ങളായി എത്രയോ അവാർഡ്സ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ തേടിയെത്തുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്നും അന്നും അഭിനയത്തെ അത്രയധികം പാഷനോട് കൂടി സ്നേഹത്തോടു കൂടി പ്രൊഫഷണലി കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ്. ചേട്ടാ, ആദ്യം ഒരു പൊന്നാട അണിയിച്ച് നല്ലൊരു കൈഡിയാവാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ,
നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഞങ്ങളുടെ ആശാന്റെ ഹാർട്ടിയസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ദ്രൻ ചേട്ടനും എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു സ്നേഹ സമ്മാനമാണ്. For Padma Bhushan Mammootty with so much pride and gratitude from Guppy Cinemas and Wayfarer Films. മമ്മൂക്കയുടെ കല നിരവധി കഥകൾക്കാണ് സോളും ജനറേഷൻസിന് ഒരു കാലം. Thank you so much. ഇനി നമ്മുടെ കൂടെ മമ്മൂക്കയുടെ ആശാന്റെ സിനിമയുടെ ആക്ച്വലി ലോഞ്ച് ആണ്. പ്ലീസ് ട്രെയിലർ കണ്ട ശേഷം എന്താണ് മമ്മൂക്കയ്ക്ക് തോന്നുന്നത്? നമസ്കാരം. ഈ സിനിമയിലെ ഈ ട്രെയിലർ ലോഞ്ചിന് ഞാൻ വരാൻ എന്താണ് കാരണമെന്ന് ഞാൻ തന്നെ ആലോചിക്കാം. കാരണങ്ങൾ വേണമെങ്കിൽ എണ്ണിപ്പെറുക്കാം. വൈഫെയർ ഫിലിംസിൻ്റെയാണ്, നമ്മുടെ വീട്ടിലെ തന്നെ ഒരു കൂട്ടരാണ്. ഇതിൻ്റെ സംവിധായകൻ എനിക്ക് പരിചയമില്ല, വേറെ ആരെയും വലിയ പരിചയമൊന്നുമില്ല, നിർമ്മാതാക്കളെയും പരിചയമില്ല. വൈഫെയർ ഇതിനു മുമ്പ് വേറെ ഒരുപാട് പടം എടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ പടത്തിന് വന്നത് എന്താണെന്നാണ് ഞാൻ ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോൾ എന്ത് ധൈര്യത്തിലാണ് വിളിക്കാൻ വന്നത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ വേറെ എങ്ങും പോയിട്ടില്ലാത്തതുകൊണ്ടായിരുന്നു. എന്നെ പേടി ഞാൻ കടുവപ്പുലിയൊന്നുമല്ല. പുള്ളി ഒന്ന് ചുമ്മാ രസം, എനിക്കങ്ങനെ കുഴപ്പമുണ്ട്, കഥ ചകഞ്ഞ് നോക്കുന്ന പരിപാടി. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകഞ്ഞ് കുറേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇയാൾ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവും. ഈ സിനിമയോടുള്ള സമീപനം, ഈ സിനിമ എഴുതിയിരിക്കുന്ന രീതി, അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ യവന്മാരും അല്ല, എന്നാലും നല്ല അഭിനയം കാഴ്ചവെച്ചിരിക്കും. ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ എന്നേ ഞാൻ കണ്ടു. ഗംഭീര ട്രെയിലറാണ്, നല്ല മ്യൂസിക് ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, ഞാനല്ലോ ഇപ്പൊ ഇന്ദ്രൻ സാറിനെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം വേണ്ടിയില്ല. ഇടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചോളൂ. ഞാന് ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിന്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിന്റെ. അന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ക്ഷയമായിക്കൊണ്ടിരിക്കുക. ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്ന് വിട്ടിരുന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുക. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളായി മാറുകയാണ്. ഞാൻ കുറേയേറെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ആ പമ്പ് സെറ്റ് സിനിമ, അതിൻ്റെ പേര് പമ്പ് സെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്ത് പമ്പ് സെറ്റ്? എന്ത് പമ്പ് സെറ്റ്? പമ്പ് സെറ്റ് എന്ന് പറഞ്ഞ സിനിമ, ജലധാര പമ്പ് സെറ്റ്. അത് നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്കറിയില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ ഏതായിരിക്കും? ക്ഷണിക്കാൻ, കുട്ടന്റെ ക്ഷണിക്കാൻ. നിങ്ങൾ ആരെയും കണ്ടെന്ന് അറിഞ്ഞൂട. എന്നെ കളിയാളി കളിച്ചിരിക്കുന്നു.
നിങ്ങളാരും വിശ്വസിക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അത് സൂട്ടൊക്കെ ഇട്ട് സൂട്ട് കേസിൽ ഒരു 2 ചെരുപ്പായിട്ട് ഇറങ്ങും. വണ്ടർഫുൾ. അത് നല്ല സിനിമയുണ്ടോ. അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫറും ഇങ്ങേരും കൂടെ ഞാനാ നീ എന്ന് പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ നടന്മാരുടെ കുറവുകൊണ്ടല്ല, നടന്മാരുടെ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിലുണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ വിടുന്നത്. ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്ത ഒരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ സിനിമയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടെയാണ് എൻ്റെ വരവ്. സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല. സിനിമയും ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ 3 സിനിമയുണ്ട്. ഒരു സിനിമ, സിനിമയുടെ അകത്തൊരു സിനിമ, പിന്നെ ഒരു സിനിമ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ പോലെ തോന്നുമായിരിക്കും. അതൊരു വലിയ ഒരു അത്ഭുത പരിപാടിയാണ്, വൻ പരിപാടിയാണ്. അപ്പോൾ ഇവരെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയെങ്കിലും ഇതോട് നമ്മൾ ചേർന്ന് നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സിനിമ ഇത് കാണുന്ന പ്രേക്ഷകരും എന്നെ കേൾക്കുന്ന ആളുകളും ഈ സിനിമ ഉപേക്ഷിക്കരുത്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. നമുക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ സിനിമയിലെ കുറച്ച് മെയിൻ കഥാപാത്രങ്ങളുണ്ട്, അവരെയൊക്കെ സ്റ്റേജിൽ വിളിച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. Can I please welcome ശോഭി ചേട്ടാ, ജോമോൻ, ബിപിൻ, കഥ. ഇനി anybody I'm missing? കനകം, ടെക്നീഷ്യൻസും വരാം നമ്മളുടെ. നമ്മളുടെ കൂടെ പ്രവർത്തിച്ച സംഗീത, വിവേക്, വിമൽ, അജീഷ് ആന്റോ, വൈഷ്ണവ്, ശ്രീകുട്ടൻ, MR രാജകൃഷ്ണൻ. പിന്നെ എവിടെ ഈ സിനിമയുടെ കൂടെ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, മലയാള സിനിമയുടെ ആശാന്റെ കൂടെ. തൗഫീഖ്, VFX ടീം കം. കുറച്ച് പാട്ടൊക്കെ പമ്പ് ചെയ്ത് വെച്ചോ. നല്ലൊരു മൊമെന്റ് അല്ലേ, നമ്മുടെ മമ്മൂക്കയല്ലേ നമ്മുടെ കൂടെ. Ladies and gentlemen, Guppy Cinemas അവതരിപ്പിക്കുന്ന in association with Wayfarer Films ആശാൻ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ നമ്മുടെ പ്രിയപ്പെട്ട പത്മഭൂഷൺ മമ്മൂക്ക എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ടീമിന്റെ കൂടെ ഒരു ഫോട്ടോ ഓപ്പ് ആണ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ മമ്മൂക്കയാണ്. ഈ സിനിമ ഉപേക്ഷിക്കരുത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമയാണ്. സിനിമ വിതിൻ എ സിനിമ വിതിൻ എ സിനിമ. ആശാൻ എന്ന ചിത്രത്തിൽ നിന്ന് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഫെബ്രുവരി 5-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. മമ്മൂക്ക ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയും ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എക്കാലവും നമ്മളുടെ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായ മമ്മൂക്ക ഉണ്ടാവണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. Thank you so much, Mammuka, for being a part of the film. ഈ സിനിമയിൽ നിരവധി പുതിയ ആൾക്കാർ മുന്നിലേക്ക് എത്തുന്നുണ്ട്. DOP പുതിയ ആളാണ്, കോസ്റ്റ്യൂം ഡിസൈനർ പുതുതായി എത്തുന്നതാണ്, പ്രൊഡക്ഷൻ കൺട്രോളർ ആദ്യമായി ചെയ്ത സിനിമയാണ്. VFX ടീം. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഇവിടെ എത്തി. ഇതുവരെ ഈ സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മമ്മൂക്ക എത്തി ഈ സിനിമയ്ക്ക് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് തോന്നുന്നു ജോൺ? പറയണോന്ന് അറിയത്തില്ല. നമുക്കൊരു പേടിയായിരുന്നു മീറ്റ് ചെയ്യാൻ പോയപ്പോ. മമ്മൂക്കയുടെ ഇടയിൽ കഥ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു കഴിഞ്ഞ ഒരു സിനിമയുടെ കഥ വന്ന് പറയേണ്ടി വരുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഞാൻ ചെറിയൊരു കാര്യത്തിനായിട്ട് ചെന്നതാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയുടെ പ്രസൻസ് ഉണ്ട്, മമ്മൂക്ക ഉണ്ട്, ഈ സിനിമയുടെ ഭാഗമാണ്. ഞങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് മമ്മൂക്ക പറയുന്നുണ്ട്. അപ്പോ അതിനുവേണ്ടി ചെന്നതാണ്. പക്ഷെ എന്നെ അവിടെ എത്തി ഈ ഷൂട്ട് കഴിഞ്ഞ സിനിമയുടെ മുഴുവൻ കഥയും മമ്മൂക്ക പറയിപ്പിച്ചു. അത് ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ.
സന്തോഷം, ആ സന്തോഷം അന്ന് തീർന്നു. ഇപ്പൊ അതിൽ താഴെയാണ് സത്യം പറഞ്ഞു. ഒന്ന് കാണാൻ പറ്റിയ എന്റെ സന്തോഷം തന്നെയായിരുന്നു. ഓക്കെ, താങ്ക് യു മമ്മുക്ക. താങ്ക് യു സോ മച്ച്. Can we give നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക? John from Wayfarer Films, can I welcome Joe on stage? I don't know, they just told me. അവർക്ക് സ്നേഹം പറയാനായിരുന്നു. They want to say thank you in person. കേട്ടോളാം. Okay. I mean, what a lovely moment, yeah. Guppy Cinemas-ന്റെ കൂടെ Wayfarer Films-ഉം ചേർന്ന് ഇതിന്റെ ആ ഒരു പ്ലാറ്റ്ഫോം തന്നെ വലുതാക്കി. ഇപ്പോൾ ഇത് ആശാൻ എന്ന ചിത്രം ഒരു ചെറിയ ചിത്രമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും മലയാളക്കരയ്ക്ക് അത് അങ്ങനെയല്ല. അത് ഞങ്ങൾ കാണുന്നത് ഒരു വലിയ ചിത്രം ആയി തന്നെയാണ്. ബിക്കോസ് ഇതിൽ മെയിൻ കഥാപാത്രമായി ആശാനായി എത്തുന്നത് നമ്മളുടെ ഇന്ദ്രൻ ചേട്ടനാണ്. ഇന്ദ്രൻ ചേട്ടാ, ആശാനെ കുറിച്ച് 2 വാക്ക്. ആശാൻ ഒന്നും പറയൂല. ആശാൻ ആ ഫോട്ടോയില്ലല്ലോ. ആശാനെ കൂടെ എടുക്കാവോ നമുക്ക്? കനക ചേച്ചി അടുത്തതില്ലോ. ചേച്ചി ഇപ്പുറത്തേക്ക് വാ, അല്ലെങ്കിൽ കാണൂല. ആ ബെസ്റ്റ്. വൈകി വന്ന വസന്തം. അർജുൻ വാ, 2 വാക്ക് പറഞ്ഞിട്ട് പോ ആശാനെ കുറിച്ച്. നമുക്ക് പോയിട്ട് മതിയോ? രോമാഞ്ചം ടീം തിരിച്ച് 2 വാക്ക് പറ ആശാനെ കുറിച്ച്. അല്ല, നമുക്ക് പോയിട്ട് മതിയല്ലേ? നമുക്ക് എപ്പോഴൊന്നും പോകില്ല, നമുക്ക് ഫോട്ടോ എടുത്ത് നിൽക്കുവാണ്. സോ ക്യൂട്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ മൊമെന്റ് അല്ലെ? മലയാളത്തിലെ, ഇന്ത്യയിലെ തന്നെ ലെജൻഡറി ആയ നമ്മളുടെ മമ്മുക്ക മലയാള സിനിമയിൽ നിരവധി ന്യൂ കമേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം മമ്മുക്ക എത്രയോ നാളായിട്ട് പുതിയ കുറെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലെജൻഡറി ആക്ടറാണ്. And today he continues in that stream. The only big question is എങ്ങനെയാണ് മമ്മുക്ക എന്നും ഇത്രയും യൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്നത്? അതിന് മാത്രം ഒരു ഉത്തരവില്ല. സീക്രട്ട് ആണെങ്കിൽ മമ്മുക്ക പറഞ്ഞു തരത്തില്ല. താങ്ക് യു സോ മച്ച് മമ്മുക്ക. ചേച്ചി, ഈ സിനിമയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നോ? ഈ പോസ്റ്ററിൽ ഞാൻ ആദ്യം ചോദിച്ചത് ചേച്ചി എവിടെയായിരുന്നു എന്നാ. നിറഞ്ഞ സദസ്സിനും പോൾ സാറിനും പിന്നെ ഇന്നിവിടെ സ്വർഗത്തിൽ നിൽക്കുന്ന അനുഭൂതിയാണ്. കാരണം മമ്മുക്കയെ നേരിട്ട് നമ്മുടെ ആശാൻ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും അനുഗ്രഹീതമാണ്. ഞാനിപ്പോൾ ജയ കഴിഞ്ഞിട്ട് ഒരു 18 മലയാളം സിനിമയും തമിഴ് കുടുംബസ്ഥനും ചെയ്തു. ഇറങ്ങിയ പടങ്ങളൊക്കെ ഹിറ്റാകുകയും ചെയ്തു. പക്ഷേ ഇതിലൊക്കെ ഉപരി ഇതിനകത്തെ എൻ്റെ ഒരു ക്യാരക്ടർ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. പോൾ സാറിന് അതിന് പ്രത്യേകമായ സ്നേഹാദരങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 5-ാം തീയതി നമ്മുടെ പടം പ്രസന്റ് ചെയ്യുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും ഒപ്പം സാന്നിധ്യവും ഉണ്ടാകണം. എല്ലാവരെയും അറിയിക്കണം. വൻ വിജയമാകാൻ വേണ്ടി ഈ കലാകാരിയും പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഞാൻ ഒറ്റയ്ക്ക് വീണ്ടും. ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ കഥ. അവസാനം അറ്റ് ലാസ്റ്റ്. ഹലോ, ഇത് രക്ഷിക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഈ സിനിമ ഇവിടെ ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനൊരു പൾസ് ഒക്കെ കിട്ടും. ഈ സിനിമയിൽ യു കെൻ ടെൽ കുറെ ആൾക്കാർ കുറെ അധികം പരിശ്രമിച്ചിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ്സ് ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് തന്നെ ആയിരിക്കും ആശാൻ എന്ന ഈ ജോൺ പോൾ ജോർജ് ചിത്രം നമ്മുടെ മുന്നിൽ എത്തുന്നത്. അർജുനൻ പോലെ രോമാഞ്ചം കഴിഞ്ഞ പ്രൊഡ്യൂസർ, സംവിധാനം, പ്രൊഡ്യൂസ് ആൻഡ് സംഗീതം ചെയ്യുന്ന സിനിമയാണ് ആശാൻ. ഹലോ, നമസ്കാരം. വലിയ കുറച്ച് വൈകി പോയി, കാരണം ചത്താപ്പച്ചയുടെ പ്രൊമോഷൻ അപ്പൊ വളരെ ഹാപ്പിയാണ്. പിന്നെ ജോൺ ചേട്ടന്റെ പരിപാടി അറിയാലോ, പിന്നെ ജോമോനുണ്ട് നമ്മുടെ, പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, നത്ത്, ഇവരെല്ലാവരും കൂടി എന്നെ വിളിച്ചില്ല എന്നുള്ളൊരു സങ്കടം മാത്രം. ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു, അറിഞ്ഞു പോലും ഇല്ല ഷൂട്ട് തുടങ്ങിയത്. ഞാൻ പറഞ്ഞു അടുത്ത പരിപാടിക്ക് എന്നെ എന്തായാലും വിളിക്കണം. പിന്നെ
എക്സ്പെഷ്യലി പാട്ട് ചെയ്തത് ചേട്ടനാണെന്ന് അറിയില്ലായിരുന്നു എനിക്ക്. പിന്നീട് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ. പാടിയിട്ടുണ്ട്. ആണോ? ആ. ഇടക്ക് പ്ലേബാക്ക് സിംഗറായി എത്തി. അടിപൊളി. അപ്പോ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ ഞങ്ങൾ ഇടക്കിടക്ക് ജോർജ് വരെയും പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കും, പാട്ട് പാടുന്നതും ചിത്രീകരണമൊക്കെ. വളരെ ഭയങ്കര അടിപൊളി പാട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ട്രെയിലർ കണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. ഇന്ന് നീ അവിടെ പോയിരിക്കും. ഞങ്ങൾ ട്രെയിലർ ബ്രോക്കർ ഇട്ട് തരാം. നമുക്കൊന്ന് ട്രെയിലർ ഇട്ട് കൊടുക്കാം. ടാറ്റ. അപ്പോൾ ടാറ്റ, നമുക്ക് പിന്നെ ട്രെയിലർ കാണാം. ഒന്നുകൂടി ട്രെയിലർ കാണാം നമുക്ക്. അർജുൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഒരു നേർത്ത പൈതലിന്റെ മുഖമേ വെണ്ണിപ്പിടയാതെ നീ. പാട്ട് നിർത്തണ്ട, കൂടെ പാടാം. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോടുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമോന നോപ്പു കൊണ്ടു വിടലും ഒരു നേർത്ത പൈതലിന്റെ മുഖമേ വെണ്ണിപ്പിടയാതെ നീ. വെറുതെ ഇന്നും പറവിയോ വെറുതെ. പിന്നിനാമോ രാവിൽ പുലരാനാ പൂവിനാമോ എന്നും വിടരാനാ ഏഴുകാപുരങ്ങളിൽ മറുവാക്കൊരായിരം തിരയലുമേ കരളിലോ മൃദുലം കരണം തുടരൂ നടരൂ. Thank you so much everyone. ഇതിന് ഒരു സ്റ്റാൻസ് കൂടെ ഉണ്ട്. അത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. നമ്മളെല്ലാവരും ഈ വളരെ കയോട്ടിക് ആയിട്ടൊരു ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരുടെ മെന്റൽ സാനിറ്റി ഒന്നും അത്ര നല്ലതൊന്നും അല്ല. എപ്പോഴും എന്തൊക്കെയാണെങ്കിലും എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്നൊരു പോളിസിയിൽ മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒന്നൂടെ തുടങ്ങാമിനി എന്നെത്തിപ്പിടിക്കാമിനി ഒന്നൂടെ തുടങ്ങാമിനി എന്നെത്തിപ്പിടിക്കാമിനി ചുളിവുകളേറെ ഭംഗി പകരം അനുഭവരാധ ചായനെഴും ഉലയാത്ത തേജസിന്റെ മുഖമേ ഈ മണ്ണിന്റെ ധിയാണു നീ. Thank you so much. അപ്പുണ്ണി ചേട്ടാ
ശശി, അവിടെ ആരൊക്കെ ഒരുപ്പുണ്ട്? എല്ലാരും വിളിക്കട്ടെ. ഇസാൻ, വിമൽ, നവീൻ, കനകൻ ചേച്ചി, ഗീതി, സംഗീത. സംഗീതയുടെ പെട്ടെന്ന് വേണം ഗീതി. ഓക്കെ. ഗീത, നീതു, മിതു. ഇതാരെങ്കിലും കമോൺ, കിട്ടി ചാൻസ്. ഇസാനെ വിളിച്ചു. ഓക്കെ, നമ്മുടെ പോസ്റ്റർ റിലീസ് ചെയ്യാൻ പോവാണ്. പക്ഷെ അർജുനല്ലേ നമ്മളോട്? പോയ അർജുൻ. ഞാൻ വിചാരിച്ചു അർജുൻ പോയെന്ന്. ഞങ്ങൾ വിടൂല. അഭിനയിച്ചവർ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? സ്റ്റേജിലല്ല, സ്റ്റേജിന്റെ ഓപ്പോസിറ്റ് കൊച്ചു ഡാനി കുഞ്ഞന്ന. അവളുണ്ടല്ലോ, കുഞ്ഞന്ന ഇല്ലേ ഇതില്? കുഞ്ഞന്ന. പിന്നെ anybody else? റോബി, ജിനു, എന്റെ കോ ഹോസ്റ്റ് ആയ ജിനു, സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ. പെരുമൽ. ഭൂമിയുടെ താഴെ നിന്നൊക്കെ ഓരോ സാധനങ്ങളും വരുന്നു. ഓക്കെ, എല്ലാരും ഒന്ന് കറക്റ്റ് ആയിട്ട് സ്റ്റേജിൽ നിന്ന്. എല്ലാരും ഒരു സൈഡ് ആയി പോയി. എല്ലാരും കുറച്ച് ഇങ്ങോട്ട് നിന്ന്. എല്ലാരും അടുത്ത് വരൂ. ലൈൻ കുറച്ച് ഇങ്ങോട്ട്. ഓക്കെ, ഇനി നമ്മുടെ പോസ്റ്റർ റിലീസ് ആണ്. അത് ബാക്ക് സ്റ്റേജിലായിരിക്കും വരിക, സ്ക്രീനിലായിരിക്കും വരിക. അപ്പൊ നമ്മുടെ സൈഡിലേക്ക് മാറണം. പക്ഷെ അർജുൻ അത് അനൗൺസ് ചെയ്യും. അർജുനൻ, പോസ്റ്റർ റിലീസിന് അങ്ങനെ ചടങ്ങൊന്നുമില്ല, സ്ക്രീനിലായിരിക്കും വരിക. ഇവർ ആദ്യമായിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ഈ ഷോന്റെ തുടക്കം ക്യാരക്ടർ ആയിട്ട് വന്നു, എന്നിട്ട് ഇവിടെ തന്നെ ഫോട്ടോ എടുത്തു. അതിന്റെ റിലീസാണ് ഇപ്പൊ തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊന്ന് പോസ്റ്റ് തിരിച്ച് അപ്പൊ ഒന്ന് പോസ്റ്റർ റിലീസ് ഇതാ ചെയ്യുന്നു എന്ന് നീ പറഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്യാം. ജസ്റ്റ് ഒരു എന്താണ് ഇത്ര ദിവസം അപ്പോ 5 days to go. അപ്പോ എല്ലാവിധ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും ഫുൾ ടീമിന് ഒരു അടിപൊളി കലക്കൻ പടമാവട്ടെ. ഫസ്റ്റ് ഡേ കാണാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ട്രെയിലർ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അപ്പോ പോസ്റ്റർ റിലീസ് ചെയ്തതായിട്ട് ഇപ്പൊ ഒരു സൂപ്പർ ഹിറ്റ് അടിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണ്. നിനക്ക് അത് കൺവേർട്ട് ചെയ്തത് ഭയങ്കര താങ്ക്സ്. വേറെ തിരക്കിലായിരുന്നു, ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഒക്കെ ഓട്ടത്തിലേക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ താങ്ക് യു സോ മച്ച് അച്ചു. ആ ഒരു ഹിറ്റിന്റെ ലക്ക് നീ കൂടെ പാസ് ചെയ്യാം. ചേച്ചി വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് വന്നതിന്. ഞാൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ തന്നെ എത്തി. മിന്നു ചേച്ചി ഈ സിനിമയില് ഒരു പാട്ട് ഞങ്ങൾ പാടിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇവിടെ വന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചും ഈ സിനിമയുടെ ഭാഗമായി, പിന്നെ പ്രധാനമായിട്ടും മീഡിയക്കാര് ക്യാപ്ചർ ചെയ്യാൻ എത്തിയ നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടുകൂടി ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അർജുനെ, ഇതിന്റെ പ്രൊമോഷൻ ഞാൻ കുറെ കണ്ടു ടി വി. ഓരോ കോളേജിലും പോകുന്നു. ഇന്ദ്രൻ ചേട്ടൻ അവിടെ ഒരു ഡാൻസ് ചെയ്തു. അർജുന ഇങ്ങോട്ട് തന്നെ ബാബാ. ആ ഡാൻസ് ചെയ്യാതെ ഞങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ഇവിടെ കഴിയൂല. ജോമനോട് ബാക്കി നമ്മുടെ പിള്ളേരെ ഡാൻസ്